ആവിയിൽ വേവിച്ചെടുക്കുന്ന അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ചായക്കടി ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ 1 കപ്പ് റാഗിപ്പൊടി എടുക്കുക. അപ്പോൾ അത് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിനായിട്ട് നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ശർക്കരയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് തേങ്ങാപ്പാലാണ്. അപ്പം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ സാധാ പാക്കറ്റ് പാൽ വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. പാലൊഴിച്ച് കുഴക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പാൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എന്നിട്ട് ഏകദേശം കുഴച്ച് ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യും കൂടി ചേർത്താൽ നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമ്മളിത് റെഡിയാക്കിയിട്ടെടുക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ തട്ട് വെച്ച് കൊടുത്തിട്ട് തട്ടിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ മറ്റോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മാവ് ഇതുപോലെ ഷേപ്പ് ആക്കിയിട്ടെടുക്കാം. കുറച്ച് മാവ് എടുത്താൽ മതി. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം വിരലിൻ്റെ അറ്റം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ നമുക്കിത് ഈ ഒരു ഷേപ്പിലായി കിട്ടും. മൊത്തത്തിൽ നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഐറ്റം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലോ മിൽമാപ്പാലോ മറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ചായൻ്റെ കടിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.